ഉള്ളിയേക്കാൾ കഷ്ടമാണ് സവാളയുടെ കാര്യം. വരവ് ഗംഭീരമാക്കിയെങ്കിലും ബി.ജെ.പിക്ക് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ മതിയായിരുന്നു. കാരണം അല്പം കുത്തിത്തിരിപ്പാണെങ്കിൽ പോലും സ്വയം ആരെന്ന ബോധ്യമുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പരിഭവം കേട്ട് ചിരി അടക്കാൻ വയ്യ. LDF സർക്കാർ 9ാം വാർഷികം ആഘോഷിക്കുന്നിടത്തേക്ക് തന്നെ ക്ഷണിച്ചില്ല പോലും. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം? LDF സർക്കാർ 9 വർഷം ഭരിച്ചെങ്കിൽ അതവരുടെ വിജയമാണ്. അതാണ് അവർ ആഘോഷിക്കുന്നത്. അതിൽ BJP അധ്യക്ഷന് എന്ത് കാര്യമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. ഇനിയിപ്പോ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായ അതായത് CJP എന്ന് പറയുന്ന ഇവർക്ക് അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ കാണുമായിരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. കഴിഞ്ഞ കൊല്ലം വരെ എന്തായാലും സുരേന്ദ്രൻ ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞ് വന്നിട്ടില്ല. വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനത്തിന് ആദ്യം തന്നെ സ്റ്റേജിൽ കയറിയിരുന്ന് പണ്ട് കുമ്മനടി എന്ന് കളിയാക്കിയിരുന്ന പോലെ ഇപ്പോൾ ചന്ദ്രനടിയാണെന്ന് ട്രോള് വന്ന് നിറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് LDF സർക്കാരിന്റെ വാർഷിക പരിപാടിയിൽ എന്നെ വിളിച്ചില്ലേ എന്ന പരാതിയുമായി എത്തുന്നത്. ഇത് കേട്ട് ചിരിക്കുകയല്ലാതെ മറ്റെന്താ ചെയ്യാ? ഇത്ര ബോധമില്ലാത്തവരെയാണോ പാർട്ടിയെ ഏൽപ്പിക്കുന്നത് എന്ന കമന്റുകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കാണാം. 26-ാം തീയതി ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM സർക്കാർ അവരുടെ 9ാം കൊല്ലത്തിന്റെ ആഘോഷം ഒരു പ്രോഗ്രാം നടപ്പാക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീഡിയയിൽ നിന്ന് എന്നെ ഇൻവൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ 2016 ജനങ്ങള് വിശ്വസിച്ചൊരു അവസരം കൊടുത്ത ഈ മുഖ്യമന്ത്രിയുടെ സർക്കാരിന് എന്താണ് ആഘോഷിക്കാൻ ഉള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ആശാ വർക്കേഴ്സ് ആണോ, KSRTC ജീവനക്കാരാണോ, CPO എക്സാം പാസ് ചെയ്ത യുവാക്കളാണോ, കർഷകരാണോ? ഇവിടെ ആരും ആഘോഷിക്കുന്നത് ഞാൻ കാണുന്നില്ല, ഞങ്ങൾ ആരും കാണുന്നില്ല. അപ്പോ ഇത് എന്തിന്റെ ആഘോഷമാണെന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 26-ാം തീയതി ഞങ്ങളുടെ പാർട്ടി BJP സംസ്ഥാന പാർട്ടി ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തും. ഈ കഴിഞ്ഞ 9 കൊല്ലം ഈ സർക്കാർ ചെയ്യാത്ത പണികളും വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത കാര്യങ്ങളും ഈ 9 കൊല്ലം ഈ നാടിന്റെയും സംസ്ഥാനത്തിന്റെയും ഇക്കോണമിനെ നശിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഫാക്റ്റായിട്ട്, പൊളിറ്റിക്കൽ റെട്ടറിക് അല്ല, സ്ലോഗൻ അല്ല, ഒരു അട്ടർ ഫെയിലിയർ, ഒരു നഷ്ടപ്പെട്ട ദശകം ആണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 9 കൊല്ലം ഈ വരുന്ന ഒരു ബാക്കിയുള്ള ഒരു കൊല്ലം ഞങ്ങൾ കാണുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. 26-ാം തീയതി ഞങ്ങളും ഈ ജനങ്ങളുടെ മുമ്പിൽ പോയി ഈ 9 കൊല്ലം എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. മൂന്നാമത്തത്, ഈ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയും ബിന്ദുജിന്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ CPM സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്റർ. 15 ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബിന്ദുജി ഒരു പരാതി കൊടുത്തു, അതിന് ഒന്നും ചെയ്തില്ല. പോലീസ് കമ്മീഷണർ ഒരു പരാതി കൊടുത്തു, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഈ ആഘോഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഹോം മിനിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെ നടത്തി, എന്ത് ചെയ്തില്ല, എന്ത് ചെയ്തു എന്ന് ഞാൻ അദ്ദേഹത്തോട് എന്റെ ഒരു ക്വസ്റ്റ്യൻ, ബഹുമാനപ്പെട്ട ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഒരു ദളിത് സമുദായത്തിന്റെ ബിന്ദുജിന്റെ പരാതി അദ്ദേഹത്തിന്റെ ഓഫീസിന് 15 ദിവസം ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് അങ്ങനെ വിട്ടത്? പോലീസ് കമ്മീഷണർ ഇന്ന് പറയുന്നു ഈ SIനെ സസ്പെൻഡ് ചെയ്യുന്നു, മറ്റേ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുന്നു. ആരാണ് ഹോം മിനിസ്റ്റർ?
അപ്പൊ ഹോം മിനിസ്റ്റർ അല്ലേ രാജിവെക്കേണ്ടത്? മകളുടെ കമ്പനിയിൽ കാശ് വരുമ്പോൾ SFI ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണ്ടേ? രാജിവെക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ചെയ്യുന്നില്ല. എന്നിട്ട് ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രി ഇത് സ്ക്വയർലി അദ്ദേഹത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, ചുമതലയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും പറയുന്നില്ല. എന്നിട്ടാണ് പറയുന്നത് ആഘോഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ആഘോഷിക്കേണ്ട സമയമല്ല, ഇത് മാറ്റം കൊണ്ടുവരാനുള്ള സമയമാണ്. ഈ പഴയ ഒരു എത്രയോ കൊല്ലം നടക്കുന്ന ഒരു രാഷ്ട്രീയം ഈ നാട്ടില് വാഗ്ദാനം കൊടുക്കുക, വിഷം നിറയ്ക്കുക, ജനങ്ങളുടെ മനസ്സിൽ നുണ പറയുക, വാക്ക് പാലിക്കാണ്ട് 9 കൊല്ലം കഴിഞ്ഞൊരു ആഘോഷം, ഇതിലെല്ലാം മാറ്റം കൊണ്ടുവരാണ് BJP ഇതൊരു കാഴ്ചപ്പാടും ആഗ്രഹവും താല്പര്യവും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു സംശയമില്ല,